സ്വാഗതം. അതാണ് വാട്സ്ആപ്പ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഡ്രൈവ് പോവാണ്, വേറെ എവിടേക്കല്ല, നമ്മുടെ അതിരപ്പിള്ളി മലക്കപ്പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അതിരപ്പിള്ളി ഇപ്പോഴത്തെ കോവിഡിന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത്. മഴ സമയം കഴിഞ്ഞ് നല്ല വെള്ളമുണ്ട് അതിരപ്പിള്ളിയിൽ, അടിപൊളിയാണ്, കുറെ വീഡിയോസ് കണ്ടിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അതിരപ്പിള്ളി മലക്കപ്പാറ വഴി ഒരു ചെറിയൊരു ഡ്രൈവ് പോയി ഈവനിങ്ങിൽ തിരിച്ചു വരാനുള്ള പ്ലാനാണ്. അപ്പൊ കാലത്ത് ഒരു 9 മണി കഴിഞ്ഞു, ഇപ്പോൾ 9 മണിക്കാണ് ഇറങ്ങണേ. അപ്പൊ എന്തായാലും ഞാനുണ്ട്, വണ്ടർ 6 ഉണ്ട്, ആളുടെ വൈഫുണ്ട്, ആരതി ചേച്ചി ഉണ്ട്, ഉണ്ണിയുണ്ട്, ഐവിൻ ഉണ്ട്. അപ്പൊ ഞങ്ങളാണ് ഇന്ന് പോകുന്നത്. നല്ലൊരു അടിപൊളി ഡ്രൈവ് ആയിരിക്കും. അതിരപ്പള്ളിയിലത്തെ നല്ല ബ്യൂട്ടിഫുൾ ഷോട്ട്സും അതുപോലെ മലക്കപ്പാറയിലൊക്കെ പോയി കുറച്ച് അടിപൊളി ഷോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ചില്ലായിട്ട് തിരിച്ചു വരാം. അപ്പൊ എല്ലാവരും എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ബൈ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഹൈവേ ഹൈവേ അപ്പൊ എങ്ങനെയായിരുന്നു സെറ്റപ്പ് നമ്മൾ വന്നപ്പോ? അടിപൊളിയല്ലേ? അല്ല ടിക്കറ്റ് എടുക്കലൊക്കെ? ടിക്കറ്റ് എന്നിട്ട് 6 പേർക്ക് 180 രൂപ. വാക്സിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാ? ഇല്ല അല്ലേ? വാക്സിനേഷൻ എടുത്തവർക്കാണ് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ഒന്നും ചോദിച്ചൊന്നുമില്ല. സാനിറ്റൈസർ തന്നു. ടിക്കറ്റ് എടുക്കണം. പിന്നിൽ ഹായ് ഹലോ ഗൈസ്, നമ്മളങ്ങനെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവര് 100 പേരെ വെച്ച് കടത്തി വിടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അങ്ങനെയൊന്നല്ല ഇവിടുത്തെ സ്കീം. ഇവിടെ ഒന്നും ഇപ്പം ഇറങ്ങാൻ പറ്റില്ല. ആദ്യമൊക്കെ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഫുള്ള് കയറ് കെട്ടി ലോക്കാക്കി വെച്ചേക്കാണ്. ആർക്കും അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല വെള്ളത്തിലേക്ക്. അയ്യോ ഭയങ്കര തിരക്കാ. പറയാ എങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ പറയും. ആ പിന്നെ വെള്ളമുണ്ടല്ലേ? ആ തിരക്കുണ്ടല്ലേ? സോ ഗൈസ്, ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ നിന്നൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇനി നമ്മൾ അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നിറച്ച ആൾക്കാരാണ്. വാടാ. ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടയർഡാവും വെയിൽ കൊണ്ടിട്ട്. പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ. കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ. ഏനേനം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാലേ. എൻ കണ്ണീർ പാറുന്നോരയാലേ തിരിയുന്നേരോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ. എൻ ജീവനാളം എന്നിലെ നാളം ആളുന്നു നീളേ കാണുന്നെൻ ചാരേ. കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീളം തേടും നീതാരേ. പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ. സോ ഗൈസ്, നമ്മളങ്ങനെ അതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു കയറാണ്. തിരിച്ചു കയറല്ലേ? ശരിക്കും ക്ഷീണിച്ചു ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതിരപ്പള്ളി കഴിഞ്ഞില്ലേ? എവിടേക്ക് പോണേ? അപ്പൊ നമ്മള് അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മള് വാൽപ്പാറ പോവല്ലേ? വാൽപ്പാറല്ല, മലക്കപ്പാറ. വാൽപ്പാറയ്ക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, കാരണം കോവിഡിന്റെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള കാരണം മലക്കപ്പാറ വരെ ഓപ്പൺ ആയിട്ടുള്ളൂ നമ്മൾ കേട്ടെ. വാൽപ്പാറയ്ക്ക് കടക്കാൻ പറ്റുമോ അറിയില്ല. നമുക്ക് എന്തായാലും കടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം അല്ലേ? നോക്കാം, ചെക്ക് പോസ്റ്റിൽ കടത്തുമെന്നുള്ളത് നോക്കാം. ചിലപ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കടക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ RT-PCR ചെയ്ത് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാൽപ്പാറയും കൂടി പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം തന്നെ ഏകദേശം ഉച്ചയായിട്ടില്ലടാ.
12:30 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡായി പോയി. പിന്നെ ഉണ്ണിയൊക്കെ ആകെ കരച്ചിലായി. അപ്പം ഇനി നമുക്ക് എന്തായാലും മലക്കപ്പാറയ്ക്കുള്ള യാത്ര തുടങ്ങാം. നിറവാലേ എൻ കണ്ണിൽ പാറുന്നോരലയാലേ തെളിയുന്നേതോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ. അത് അറ്റത്തൊരു കൂട്ടം ആനയുണ്ട്. ഒരു കൂട്ടം ആന നിൽക്കുന്നുണ്ട് അവിടെ. ഭയങ്കര അകലെയാണ്. പറയണ്ടേ പറഞ്ഞോ. മേലെ മുകിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലൊത്ത്. മേലെ മുകിലാടും നേരത്ത് നിറമേഴും വാനത്ത് കനവെല്ലാം ചേലൊത്ത്. അറിയാതെ ആത്മാവിൽ അലിയുന്നേ മറയാതെ നഗതാരിൽ തെളിയുന്നേ. അറിയാതെ ആത്മാവിൽ അലിയുന്നേ. ഓരോ താരായും നേരായും നിറയുന്നേ. കാലം പൊൻപൂവിൻ കാലം എൻ നെഞ്ചിൻ ഈണം തേടും നീതാരേ. കാലം പൊൻപൂവിൻ കാലം എൻ നെഞ്ചിൻ ഈണം തേടും നീതാരേ. ഏലേലം പാടാനായി വരവായേ മായാതെ ഓരോ ജന്മങ്ങൾ വന്നെന്ന്. 2 ചില്ലി ചിക്കൻ, പിന്നെ മീൻ എന്തല്ല വറുത്തത്, പുഴമീൻ വറുത്തതല്ലേ. ഒരു ഫിഷ് ഫ്രൈ, ഒരു ഡബിൾ ഓംലെറ്റ്, പിന്നെന്തല്ല ഗൈസ്. ഞാൻ ചോറിനിട്ട ഗൈസ് പൊളി മോനെ പൊളി. ഞാൻ ഇങ്ങനത്തെ ഒരു ഗുണം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എന്താ സന്തോഷമായി ഇവന് ഫുഡ് കിട്ടി തന്നെ. വിശന്നിട്ടാണ് ഗൈസ്. നോക്കി അവിടെയൊക്കെ മഞ്ഞായി. ഇത് മഞ്ഞ് മഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞിറങ്ങി തുടങ്ങി. നോക്കിയേ, കണ്ട മഞ്ഞ് കണ്ട. വ്ളോഗ് ചെയ്ത് നടക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ എവിടെ, നമ്മൾ മലക്കപ്പാറ സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്തണേക്കാൻ മുന്നേ കുറച്ച് ഹോട്ടലൊക്കെ ഉള്ള ഒരു സെൻറ്റർ ഉണ്ട്. ഞങ്ങളിപ്പോൾ അവിടെയാണ്. ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ച അവിടെ നിന്ന് വാടച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഹോട്ടലുണ്ട്, അവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒറ്റ ഹോട്ടലുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഞാനാണെങ്കിൽ വിശന്നിട്ടാകെ എന്താ പറയുക, വയ്യാണ്ടായി, തലവേദനയ്ക്കായി. പിന്നെ കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ഉള്ളിവട, ബോണ്ട അങ്ങനത്തെ 1-2 കടികൾ കിട്ടി. അപ്പോൾ അത് മാത്രം മേടിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മലക്കപ്പാറ സെൻറ്ററിൽ എത്തിയപ്പോൾ 1-2 ഹോട്ടൽ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ഊണ് കിട്ടിയത്. അവരാദ്യം ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിക്കാൻ, കറികളൊക്കെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. പക്ഷെ അവിടെ ചിക്കനൊക്കെ ഉണ്ടായി, ചില്ലി ചിക്കനും ഓംപ്ലേറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ അവരതൊക്കെ അവിടെ ഇരുന്ന് അലക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ വെജായ കാരണം എൻ്റെ വേഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് വെറുതെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഫുഡ് അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു ക്ലൈമറ്റ് ആകെ മാറി. ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറിയപ്പോൾ ഫുള്ള് വെയിലായിരുന്നു. വെയിലത്ത് നിന്ന് വന്നിട്ടാണ് ഞങ്ങൾ കയറിയത്. നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് മൊത്തം മഞ്ഞ്, ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞ്. നമ്മളിപ്പോൾ പോണ വഴിക്ക് ഫുള്ള് മഞ്ഞാണ്. അതാ നമ്മളാ നടക്കുന്ന മുന്നിൽ ഫുള്ള് മഞ്ഞാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഉണ്ണീനെ എടുത്തിട്ട് മാസ്കും വെച്ച് നടന്നിട്ടേ കിതച്ച് തുടങ്ങി. ഞാനിനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ് കണ്ടോ, ഇതിപ്പോൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തണേക്കാൾ തൊട്ട് മുന്നുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ, അവിടുത്തെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കുറച്ച് ഡിലേ ആയിട്ടുണ്ട്.
അവിടെ എത്തുമ്പോൾ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ മുന്നിൽ ഒരു 2 വണ്ടി പോകുന്നുണ്ടായിരുന്നു. അവർ ഭയങ്കര സ്ലോ ആയിരുന്നു. അവർ നമ്മളെ കടത്തി വിടുന്നില്ല, അവരും ഭയങ്കര സ്ലോവിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഡിലേ ആയത്. പിന്നെ ഫുഡ് അടിക്കാൻ കയറി. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം ഞാനും ഉണ്ണിയും കുറച്ച് മഞ്ഞൊക്കെ കൊണ്ട് അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി മലക്കപ്പാറ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ചെക്കൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്, നമ്മുടെ ആദിവിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണിത്. ഇപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ ഞങ്ങൾ ആനക്കൂട്ടത്തിനെ കണ്ടു. ആനക്കൂട്ടത്തിന് അകലെയായിരുന്നു, ആ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ആനക്കൂട്ടത്തിനെ കണ്ടു. പിന്നെ എന്തിനാ കണ്ടു നമ്മൾ? സിംഹവാലം കുരങ്ങിനെ കണ്ടു ഞങ്ങൾ. പിന്നെ മയിലിനെ കണ്ടു. ഇപ്പോൾ അത് എവിടെ എത്തിയപ്പോൾ ഫുള്ള് മഞ്ഞ്. അതോടൊന്ന് ചാടുമ്പോ ഗൈസ് ഒരു കിടിലൻ ക്ലൈമറ്റ്. എല്ലാവർക്കും നമസ്കാരം. നീ എപ്പോഴും തന്നെ പറയണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എപ്പോഴും സ്വാഗതം പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ വരുമ്പോ ഒരു സ്വാഗതം പറയണം. ഇപ്പോൾ ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട ക്ലൈമറ്റ് ഒന്നും അല്ലല്ലോ ഇവിടെ എത്തിയപ്പോൾ. കിടിലൻ ക്ലൈമറ്റായി. ഇപ്പൊ ഞങ്ങള് ഇവിടെ മഞ്ഞ് കണ്ടിട്ട് ഇങ്ങോട്ട് നടന്നു വന്നതാ. അപ്പൊ ഇവിടെ മഞ്ഞ് കാണാനില്ല. അപ്പൊ നോക്കിയേ, നമ്മളത് വന്നു നല്ല പച്ചപ്പൊക്കെ കണ്ടു, തേയിലത്തോട്ടം, പശുക്കള്, നല്ല ക്ലൈമറ്റ് ഒക്കെ, പോലീസ് സ്റ്റേഷൻ, ഫോറസ്റ്റ് ഓഫീസ് ഒക്കെ കണ്ടു തിരിച്ചു പോവാനുള്ള. അങ്ങനെ പോവാം. ഞങ്ങള് തിരിച്ചു പോവാനുള്ള പാസ് എടുത്തു. ഇനി നേരെ വീണ്ടും പോവാ, വാഴച്ചാല് ചെക്ക് പോസ്റ്റില് റിപ്പോർട്ട് ചെയ്യാ, തിരിച്ചു പോവാ. പോണ വഴിക്ക് ആനേനെ നോക്കുക, ആനേനെ കാണാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടെ ഓഫീസേഴ്സ് നമ്മള് ശരിക്കും പറ്റിച്ചു. അതൊന്നും പറയില്ല. എല്ലാ ഹോട്ടലും തുറന്നിട്ടുണ്ടെങ്കിലും ഫുഡ് മാത്രമില്ലേ ഗൈസ്. ഞങ്ങക്ക് മലക്കപ്പാറ എത്ര ചെക്ക് പോസ്റ്റ് എത്രയൊക്കെ തൊട്ട് മുന്നേ സ്ഥലത്ത് മാത്രമാണ് ഫുഡ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്നോ? കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ. കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടും നീതാരേ. ഏനേലും പാടാനായി വരവായേ, മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാതെ. ഗൈസ് അൽക്കേഷാണ് ഇപ്പൊ നമ്മളെ ഇത്ര നല്ല മനോഹരമായ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അൽക്കേഷാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഫുൾ അൽക്കേഷാണ്. അൽക്കേഷിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. വേണ്ട അൽക്കേഷ്, എനിക്ക് മനസ്സിലായി. മറ്റേ സാധനമൊക്കെ അല്ലേ സഫാരിയിലത്തെ? അതല്ല, ഇതാണ് ഡ്രൈവർ. ഇയാളുടെ പേര് ആ സാധനമൊക്കെ അല്ലേ? പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായ അതിരപ്പള്ളി മലക്കപ്പാറ കാട്ടിലൂടെ ഡ്രൈവർ ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ നയിച്ചു. വഴിയിൽ കാണുന്ന പൂച്ചയെയും പട്ടിയെയും എല്ലാം അദ്ദേഹം പ്രത്യേകം പേരെടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ മംഗ്ലോളി എന്നാണ് പറഞ്ഞത്. അത് ഇംഗ്ലീഷാണോ തമിഴാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിതപ്പോ മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്ക് അല്ലെങ്കിൽ വാഴച്ചാല് ചെക്ക് പോസ്റ്റിലേക്ക് ഒരു 40-45 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഏതാണ്ട് ഒരു 60 കിലോമീറ്ററിനുള്ളിലാണ് ഈ കാട്ടിൽ കൂടെയുള്ള ട്രാവൽ ഉള്ളത് നമുക്ക്. അപ്പോൾ ഈ കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ട്. എന്ന് വെച്ചിട്ട് ഒട്ടകം, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ് ഒന്നുമില്ല. അതിപ്പം പറയുണ്ടായിരുന്നു നേരത്തെ. ഹിപ്പോപ്പൊട്ടാമസ് അത് വന്യമൃഗമാണോ? സിംഹമില്ല.
അപ്പൊ സിംഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആളുടെ മെയിൻ ഡൗട്ട് എന്തായിരുന്നു? നേരത്തെ ഡൗട്ട് എന്തായിരുന്നു? അതല്ലേ ഈ കാട്ടിലെ ബാക്കിയല്ല. അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തിട്ടില്ല. നമുക്ക് ആ വീഡിയോയില് റെക്കോർഡിക്കലി കിട്ടാൻ വേണ്ടിട്ട് ഇവനോട് ഒന്നും കൂടെ ചോദ്യം ചോദിക്കാണ്. നീ ചോദിച്ചോ? അല്ല, കാട്ടിലെ രാജാവ് സിംഹാണ്. അപ്പൊ ഈ കാട്ടില് ഇപ്പൊ സിംഹം ഇല്ലെങ്കിൽ ബാക്കി മൃഗങ്ങളെയൊക്കെ ഇപ്പൊ കൺട്രോൾ ചെയ്യാറായിരിക്കും. ഈ കാട്ടിൽ ശരിക്കും കുറച്ചു നാൾ മുന്നേ വരെ സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം എന്ന് പറയുന്നത് കേരളത്തിലാകെ ഉണ്ടായിരുന്ന നെയ്യാർ ഡാമില് ഒരു ലയൺ സഫാരി പാർക്ക് ഉണ്ട്. അവിടത്തെ സിംഹമാണ് നമ്മുടെ ഈ കാടിനെയൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ കൊറോണയൊക്കെ വന്നില്ലേ, ഇപ്പൊ അവിടെ നിന്ന് നേരെ ഗുജറാത്തിൽ നിന്ന് ഓൺലൈൻ ആയിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പ്ലാറ്റ്ഫോം. ഓൺലൈനാണ്, ഓൺലൈനിലുള്ള സിംഹം, ഓൺലൈൻ സിംഹം. ടോം ആൻഡ് ജെറിയിൽ കാണുന്ന സിംഹല്ലേ, അതേപോലത്തെ. ഞങ്ങളെ ഒരു 2 കൊല്ലമൊക്കെ മുന്നേ വരുമ്പോ, 2 അല്ല എനിക്ക് തോന്നുന്നു 2017 17-18 ടൈമിലാണ് വന്നപ്പോ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കരടി ഉണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ ബോർഡൊക്കെ കാണുമ്പോ ഇതിലെ വരണവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണേ. ഞാൻ കുറെ നാളായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ മടി കാരണം ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ വീഡിയോയിൽ ഇതൊക്കെ നിങ്ങൾ കാണുന്നു വിചാരിക്കുന്നു. അതായത് ഇവിടെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. മുതലയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ആനയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പുലിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, കരടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ മോസ്റ്റ്ലി ഇത് നമ്മൾ ഈ മൃഗങ്ങളെ കാണാനായിട്ട് ചാൻസസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇവരിതിന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 3-4 കൊല്ലം മുൻപ് ഇവരുണ്ടായില്ല, ഞാനുണ്ടായിരുന്നു. വേറൊരു ടീമായിട്ട് നമ്മൾ വന്ന സമയത്ത് വൈകിട്ടൊരു 7 മണി 7:30 ആയിട്ടുണ്ടാവും. നമ്മൾ തിരിച്ചു പോകുന്ന സമയത്താണ്, അല്ല നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ എന്തോ ഒരു സംഭവം റോട്ടിൽ കെടുക്കുകയാണ്. ഒരു ഇരുണ്ടിട്ടുള്ള ഒരു രൂപം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ അടുത്ത് ചെന്നപ്പോഴാണ് കരടി ഞാൻ മനസ്സിലാവണേ. ഞങ്ങൾ കാറിലാണ്. കരടി വെളിച്ചം കണ്ടപ്പോൾ അത് പതുക്കെ മുമ്പോട്ട് നീങ്ങി. അതിന്റെ ഒപ്പം 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ് ഇവിടെ കരടി ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല, നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറിയില്ല. അപ്പൊ ഈ സംഭവത്തിനെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ചു ദൂരം അതിന്റെ പിന്നാലെ പോയി. എന്നാ വെച്ചാൽ അത് റോട്ടിൽ കൂടെ മാത്രമാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ കണ്ട 2 സൈഡും ഒരു സൈഡ് വൺ ഡിപ്പാണ്. റൈറ്റ് സൈഡ് നമ്മൾ പോകുന്ന ഈ റൈറ്റ് സൈഡ് ഭയങ്കര ഡിപ്പും, ലെഫ്റ്റ് സൈഡ് അത്യാവശ്യം ഹൈറ്റും ആണ്. അപ്പൊ ഇവിടെ ഇതിനെ കണ്ടു. ഇവിടെ അല്ല, കുറച്ചും കൂടെ ബാക്കിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് കറക്റ്റ് സ്ഥലം അറിയില്ല. അപ്പൊ ഇത് കുറെ ദൂരം, ഏതാണ്ട് ഒരു 200 മീറ്ററോളം നമ്മുടെ ഫ്രണ്ടില് ഇത് ഓടുണ്ടായിരുന്നു. ഓടി കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കൂടെ 2 കുട്ടികളുണ്ട് കാണുന്ന. ഒരെണ്ണം അതിന്റെ ഫ്രണ്ടില് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു കരടിക്കുട്ടി ഈ കരടിയോട് ചേർന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണം അതിന്റെ തോളത്തായിരുന്നു. ഈ ഹൈറ്റുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോ അത് കയറി പോവാൻ നോക്കി. അപ്പോഴാണ് അതിന്റെ തോളത്തുണ്ടായിരുന്ന കുട്ടി താഴേക്ക് വീണു. നമ്മൾ ഈ സീനിയേഴ്സ് സിനിമയിൽ മനോജ് കെ ജയൻ മതിൽ കാണുന്ന പോലെ 2-3 വട്ടം ഈ കരടി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് കയറാൻ പറ്റണില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം അത്രയ്ക്കൊക്കെ പ്രായമായിട്ടുള്ള കരടി കുട്ടികളാവുന്നു. അതായത് തീരെ ചെറിയ കുട്ടികളാണ്. നമ്മൾ സൂലൊക്കെ കാണുന്ന കരടിയേക്കാളും വളരെ ചെറു. അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല, നല്ല ബ്ലറായിട്ടായിരുന്നു. അതായത് ഫുൾ ഡാർക്കിൽ ഇത് കുട്ടിയാന്ന് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു, പിന്നെ ഇതിന്റെ ഈ നോസിന്റെ സൈഡിലുള്ള വൈറ്റ് കളർ അത് മാത്രമേ കാണുള്ളൂ. തള്ളക്കരടീനെ മാത്രമാണ് നമ്മൾ വലുതായിട്ട് കണ്ടത്. അങ്ങനെ കണ്ടു എന്ന് പറയാൻ വേറൊരു കാരണമുണ്ട്. കാരണം കുറച്ചു ദൂരം പോയിട്ട് ഇത് ലെഫ്റ്റിലേക്കുള്ള ഒരു സൈഡ് റോഡ് പോലത്തെ ഒരു വഴിയിലേക്ക് ഇത് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിപ്പോയി. ഞങ്ങള് ആ വണ്ടിയും കൊണ്ട് വന്നു. ഞങ്ങൾ ഏതാണ്ട് ഇതിന്റെ ഒരു 100 മീറ്റർ പിന്നാലെയാണ് ഞങ്ങൾ വരുന്നത്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇത് എവിടേക്കാ പോയെന്ന് അറിയാൻ വേണ്ടി അറിയാണ്ട്, അതായത് ജസ്റ്റ് വണ്ടി ഒന്ന് ഭയങ്കര സ്ലോയിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഒന്ന് നിർത്തിയ സമയത്ത് ഇത് ഒരു ചാർജ് ചെയ്ത് ശരിക്കും വന്നു. അതായത് നമ്മളിപ്പോ ഒരു അൽസേഷന്റെ ഒക്കെ ഒരു കുര കേൾക്കുന്ന പോലത്തെ ഭയങ്കര ബൗ സൗണ്ടില് ഈ സംഭവം കുറച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ഇത് കുറയ്ക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കേട്ടത് അത് ചിലപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ നമ്മളെ പേടിപ്പിക്കാനുണ്ടാക്കിയ സൗണ്ട് ആയിരിക്കാം. ഭയങ്കര ഒരു അലറൽ സൗണ്ടോട് കൂടെ ഈ സംഭവം വന്നു. അപ്പൊ തന്നെ ഞങ്ങൾ കാറെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വഴി വരുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കും പറഞ്ഞാൽ പലവട്ടം നമ്മൾ വരുമ്പോഴും ഞാൻ കാണുന്നുണ്ട് റോട്ടിൽ നിർത്തി ഫുഡ് അടിക്കുന്ന ആൾക്കാർ. പിന്നെ അതേപോലെ അടുത്തൊരു രൂപമാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, കണ്ടോ, കുട്ടികളെ നമ്മുടെ ഇതെന്താ പറയാ, സൺറൂഫിൽ ഇരുത്തി പോകുന്നു. ഇത് സേഫ് അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ റോട്ടിൽ ഇറങ്ങി നിൽക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവരുടെ സാന്നിധ്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഏത് നിമിഷവും ഒരു അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.
ചോരയാലെ തെളിയുന്നേതേതോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ എൻ ജീവനാളം എന്നിലെ നാളം ആടുന്നു നീളെ കാണുന്ന സോ ഗൈസ് നമ്മളങ്ങനെ തിരിച്ചെത്തി. ഇതാ അവിടുത്തെ ചെക്ക് പോസ്റ്റ് എത്തുന്നേക്കാൻ മുന്നേ ചാർപ്പ വാട്ടർഫോൾസ് ആണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ ഈ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് ഏകദേശം എൻഡ് ചെയ്യാറായിട്ടുണ്ട്. സൈൻ ഓഫ് പറയാ സൈനോഫി സൈനോഫിയുടെ നീ പറഞ്ഞോ. അപ്പതേ നമ്മളെ ചാറപ്പാ വെള്ളച്ചാട്ടം കണ്ടോട് കൂടിയിട്ട് നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മള് നേരെ വീട്ടിലേക്ക് ഒരു ചായ കുടിച്ച് പോവാണ് വിചാരിക്കണേ. അപ്പോ ചായ കുടിച്ചിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ